നീയും കരുമനും കാടിന്റെ മക്കളെ നന്നാക്കാൻ കുറെ ശ്രമിച്ചാണല്ലോ. എന്നിട്ടെന്തായി? അവസാനം നിങ്ങൾ കാട് മുടിക്കുന്ന കുറ്റവാളികളായി. എന്നിട്ട് മതിയായില്ല രണ്ടാൾക്കും. ചിന്നു, ഒരു കാര്യം ഞാൻ പറയാം. തറവാട് സ്വത്തുക്കൾ നീ വേണ്ടെന്ന് പറയുന്നത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള അനീതിയാ. ഈ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോൾ ചിലപ്പോ അറിയും അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുക്കള് അമ്മ ഉപേക്ഷിച്ചു എന്ന്. അന്ന് നിന്റെ മകനോ മകളോ ആരായിരുന്നാലും തിരിഞ്ഞെന്നും ചോദിക്കും, എനിക്കും കൂടി അവകാശപ്പെട്ടത് അമ്മ എന്തിനാ ഉപേക്ഷിച്ചെന്ന്. അന്ന് നിനക്ക് അവകാശപ്പെടാനും ചൂണ്ടിക്കാണിക്കാനും നിന്റെ കാട് പോലും ബാക്കിയുണ്ടാവില്ല. ഇതൊക്കെ അപ്പാപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് വേണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല സത്യത്തില്. എല്ലാരും കൂടി എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കോ? അല്ല കുട്ടി, ദൈവം സഹായിച്ച് നിന്റെ കുഞ്ഞിനെ നിനക്ക് ആരോഗ്യത്തോടെ തന്നെ കിട്ടും. അതിനെ കാട്ടിക്കൊണ്ടുപോയി തന്നെ വളർത്തണം നിനക്ക്. നീ വെറൊരു കാട്ടുപെണ്ണല്ല, നീരേറ്റ തറവാട്ടിലെ അംഗം കൂടിയാ. അപ്പോ ഞങ്ങളെ പോലെ തന്നെ നീയും ജീവിക്കണമെന്ന് പറയാൻ അവകാശമില്ല ഞങ്ങൾക്ക്. നീ അങ്ങനെ ജീവിക്കുന്ന കാണാൻ ആശയല്ലേ നിന്റെ പാപ്പന്? എന്നെക്കാളിപ്പോ എന്റെ അച്ഛന് നിന്നെയാ ഇഷ്ടം. അതിന്റെ കാരണം അച്ഛൻ തന്നെ പറയും, എന്റെ കുഞ്ഞിന് ആരുമില്ല മോളേന്ന്. എനിക്ക് എന്റെ കരുമനെ വിട്ടൊരു ജീവിതമില്ല കൊച്ചമ്മ. ആരും ആരെയും വിട്ടു പോണ്ട, ഒക്കെ ശരിയാവുമെന്ന് വിശ്വസിക്ക്. നിനക്കൊരു കുഞ്ഞ് ജനിച്ച കരുമന്റെ മനസ്സ് മാറും. നിങ്ങൾ ഒരുമിച്ച് തറവാട്ട് വീട്ടിൽ താമസിക്കണം. താമസിച്ചേ പറ്റൂ. അല്ല, നീ ഒന്നും പറഞ്ഞില്ല. മതി മതി, കറി ഉഗ്രനായിട്ടുണ്ട്. അതല്ലടാ, ഇന്റർവ്യൂവിന് പോയ കാര്യം അതെന്തായി? കൊള്ളാം. എന്തായാലും കേശുമാവൻ വിഷ്ണു സാറിനോട് ശുപാർശ നടത്തിയ ഒരു ലക്ഷണവുമില്ല. കഷ്ടം. അമ്മയല്ലാതെ വേറെ ആരെങ്കിലും കേശുമാവന്റെ വാക്ക് വിശ്വസിച്ച് നടക്കൂ? എന്താ മോനെ, ശരിയായില്ലേ? ഇതൊക്കെ വെറും തട്ടിപ്പാമ്മേ. എന്റെ സർട്ടിഫിക്കറ്റ്സ് പോലും നേരെ വേണം നോക്കിയില്ലവര്. അപ്പോ വിഷ്ണു സാറിന്റെ കമ്പനി കള്ളക്കമ്പനിയാണോ? കമ്പനിയൊക്കെ കൊള്ളാം. കമ്പനി ബൈലോ അനുസരിച്ച് സ്റ്റാഫിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കണമെന്നുണ്ടാവും. അതിനുവേണ്ടി ഒരു വാക്കിംഗ് ഇന്റർവ്യൂ നാടകം. MD-യുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സ്റ്റാഫായി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന് കൈക്കൂലി മാറ്റിട്ടുണ്ടാവും. ഇതൊരു മാതിരി. അപ്പൊ പിന്നെ കേശുവേട്ടൻ എനിക്ക് ഉറപ്പ് തന്നതോ? അമ്മാവന്റെ ഉറപ്പല്ലേ. അമ്മയെ നാളെ അവർ ഫോൺ ചെയ്ത് പറയും എനിക്ക് ജോലിയില്ലാന്ന്. അത്ര തന്നെ. അതെന്താ അങ്ങനെ വരാൻ? അവരഹങ്കാരികളമ്മേ. കേശുമാമൻ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കെങ്കിലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കണ്ടേ? അതുണ്ടായില്ല. ഒന്നുകിൽ കേശുമാമൻ നമ്മളെ പറഞ്ഞു പറ്റിച്ചു, അല്ലെങ്കിൽ കേശുമാമന്റെ വാക്കിന് അവർ പുല്ല് വില കൽപ്പിച്ചു. രണ്ടായാലും എന്റെ ഗതി അതോ ഗതിയാ. അമ്മേ 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 എന്തമ്മേ? അമ്മേ 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 വെള്ളം കുടിക്കും. എന്തമ്മേ? എന്താ? ഒന്നുമില്ല മോനെ, അമ്മയ്ക്ക് ഒന്നുമില്ലടാ. കൊറേ നേരായിട്ട് അടുക്കളയിലെ ചൂടും കൊണ്ട് നിൽക്കല്ലേ, അതുകൊണ്ടാ. അമ്മ ഇനിയൊന്നും പറയണ്ട. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഡോക്ടറെ ഉടനെ എന്ന് കാണണം. ഞാൻ എങ്ങോട്ടും ഇല്ല. നീ ഒട്ട് അതിനുവേണ്ടി ബുദ്ധിമുട്ടുകയും വേണ്ട. ഇതൊക്കെ പ്രായത്തിന്റെയാ. എനിക്ക് ഇത് കേൾക്കുമ്പോഴാ ദേഷ്യം വരുന്നത്. എന്തിനാ ദേഷ്യം? പ്രായം കൂടി വരുന്നതിന് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? നീ അവിടെ ഇരിക്കും മോനെ, എന്നിട്ട് ഈ ആഹാരം മുഴുവനും കഴിക്കും. ഇരിക്കടാ, ഇരിക്കേ. കഴിക്കും. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇത്ര സമർത്ഥന്മാരാണെന്ന് അറിഞ്ഞിരുന്നില്ല. സ്റ്റാഫിനെ മുഴുവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, മാനേജരെ ഒഴിച്ച്. അതെന്താ മാനേജർ സെലക്ട് ചെയ്തിരുന്നത്? മറ്റൊന്നുമല്ല അച്ഛാ, മാനേജറുടെ കാര്യത്തിൽ ഞാനും ശ്വേതയും തമ്മിൽ ഒരു തർക്കം. തർക്കമൊന്നും അല്ല അച്ഛാ, വിഷ്ണുടന്റെ പിടിവാശിയാ. ഞാൻ പറയാ അപ്പൂപ്പ, മാനേജറായി 3 പേരെ കൺസിഡർ ചെയ്തു. അതിലൊരാൾ ഇവിടുത്തെ കേശവപ്പന്റെ റിലേറ്റീവ് ആണ്, വൺ സുധീഷ്. അച്ഛാ,
ബിസിനസ് കാര്യത്തിൽ ഫാമിലി സെന്റിമെന്റ്സ് പാടില്ല. അങ്ങനെ വന്നാ സൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടില്ല. ശരിയാ, ശ്വേത പറഞ്ഞതിലും കാര്യമുണ്ട്. എന്നാലും ചോദിക്കുക, കേശുവിന്റെ അനന്തരവൻ എന്താ ഒരു കുറവ്? അവന് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയില്ലേ? എല്ലാം ഉണ്ട്, ആള് മിടുക്കനുവാ. ബട്ട് ഫാമിലി കണക്ഷൻ വന്നാ അനാവശ്യമായ ദുസ്വാതന്ത്ര്യം എടുക്കും. കമ്പനി കാര്യം കുഴപ്പത്തിലും ആവും. നോ, കേശുമാവിന്റെ അനന്തരവൻ ഒരിക്കലും അങ്ങനെ ഒരു കുഴപ്പക്കാരനാവില്ല അച്ഛാ. ഇത് തന്നെ വിഷ്ണുവേട്ടന്റെ കുഴപ്പം. വല്ലാത്ത സെന്റിമെന്റ്സാ. കുഞ്ഞേ, വിഷ്ണുവിന് കേശവൻ നായരുടെ സ്നേഹമുണ്ട്, സഹതാപമുണ്ട്. ഒരു ജീവിതം മുഴുവൻ ഈ കുടുംബത്തിന് വേണ്ടി ബലികഴിച്ച ആളാ കേശു. കേശുമാവൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പറഞ്ഞൊരു ആവശ്യം സ്വന്തം അനന്തരവന് ഒരു ജോലി കൊടുക്കണമെന്ന്. പാറു, ഇക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയില്ല. സുധീഷിന് മാനേജർ പോസ്റ്റ് കൊടുത്തേ പറ്റൂ. വാശി വേണ്ട. അറിഞ്ഞുകൊണ്ട് ആപത്തിച്ചാടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ അനുവാദം ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട. അതെങ്ങനെയാ? ഞാനും കൂടെ ഡയറക്ടർ ബോർഡിലുള്ള കമ്പനിയാ. എന്റെ അനുവാദം കൂടിയേ തീരൂ. നോ, ഞാനും മോളും ഒപ്പുവെച്ചാ പിന്നെ നിന്റെ അനുവാദം ഇവിടെ ആവശ്യമില്ല. ഓഹോ, അപ്പോ അച്ഛനും മോളും കൂടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയല്ലേ? അതെ, ചില കാര്യങ്ങൾ തീരുമാനിച്ചേ പറ്റൂ. അച്ഛന്റെ ധൈര്യത്തിലായിരിക്കും ഈ പറച്ചിൽ. എനിവേ, ഈ തോന്നിയവസത്തിന് ഞാൻ കൂട്ടിവെക്കില്ല. വേണ്ട, നിന്റെ അഡ്വൈസ് ഇക്കാര്യത്തിൽ വേണ്ട. മതി മതി മതി, നിർത്താം. പഴയ ശുണ്ഠിയും വാശിയും ഇനി നിനക്ക് മാറിയിട്ടില്ലല്ലേ മോളെ? ഞാൻ കരുതിയത് ഇത്രയും കാലം അന്യദേശത്ത് ഒന്നിച്ച് താമസിച്ച് തിരിച്ചു വരുമ്പോഴെങ്കിലും നിങ്ങൾ ഒരേ മനസ്സുള്ളവരായി കാണുമെന്നാ. അച്ഛൻ എപ്പോഴും വിഷ്ണുവേട്ടന്റെ സൈഡല്ലേ പറയൂ. കേശുവിന്റെ അനന്തരവന് നിങ്ങളുടെ ആരുടെ ഔദാര്യം വേണ്ട. അപ്പൂപ്പ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മിസ്റ്റർ സുധീഷിനെ മാനേജറായി നിയമിക്കാൻ. ഇനി ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെ പാവം രാജകുമാരിയെ രാക്ഷസൻ തടവിലാക്കി. ഇനി എന്താ ചെയ്യാ? അവിടെ കിടന്ന് മരിക്കേയുള്ളൂ. അതോർത്ത് രാജകുമാരി കരയാൻ തുടങ്ങി. ആ കരച്ചിലിന്റെ സങ്കടം അങ്ങ് ദൂരെയുള്ള രാജകുമാരന്റെ നെഞ്ചിലെത്തി. എന്താ മോള് മൂളാത്തേ? ആന്റി, എനിക്ക് എന്റെ ഡാഡിയുടെ അടുത്ത് പോണം. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഈ കൊച്ചിന് അപ്പന്റെ വിചാരമല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ മനസ്സില്. അമ്മൂമ്മ എന്നെ കൊണ്ടുപോവോ? എന്റെ കുഞ്ഞെ, നിന്റെ വാശി കാരണം നിന്നെയും കൊണ്ട് അപ്പൂപ്പൻ അവിടം വരെ ചെന്നതല്ലയോ? അപ്പൊ അവിടെ ഉണ്ടായ പുകില് മുഴുവൻ കണ്ണോണ്ട് കണ്ടതല്ലയോ കുഞ്ഞ്? എന്നാലും എനിക്ക് എന്റെ ഡാഡിയെ കാണണം. പറ, അമ്മൂമ്മ എന്നെ കൊണ്ടുപോവോ? ഇല്ല കുഞ്ഞെ, ഇനി അങ്ങോട്ട് ചെന്നാ ആ പെണ്ണുമ്പിള്ള വെട്ടുകത്തി എടുക്കും. ആന്റി, ആന്റി എന്നെ കൊണ്ടുപോവോ? മോളെ, ചിന്നുവാന്റിയുടെ വയറ്റില് ഒരു കുഞ്ഞുവാവയുള്ളതല്ലേ? നടക്കാനൊന്നും പാടില്ല. പാർവതി കൊച്ചമ്മ വിടത്തൂല്ല. എന്നാ ഞാൻ ഒറ്റയ്ക്ക് പോവും. എന്നതാ ഞാൻ ഈ കൊച്ചിനോട് പറയേണ്ടത്? ഇനി അങ്ങോട്ട് കേറി ചെല്ലാൻ ഒക്കത്തില്ല കുഞ്ഞെ. ഞാൻ പോവും. എന്നെ തല്ലു ഓടിച്ചാലും എനിക്ക് എന്റെ ഡാഡിയെ കാണണം. ഇനി ചെല്ലുമ്പോഴേ ആ പയ്യനായിരിക്കും നിന്റെ തലക്കിട്ട് ഞോണ്ടുന്നേ. എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെ ശത്രുവായിട്ടേ ആ കൊച്ചു കാണത്തുള്ളൂ. അവന്റെ അപ്പനെ തട്ടിയെടുക്കാൻ ചെന്ന ഏതോ ഒരു ദുഷ്ട കൊച്ച്. അങ്ങനെ ആയിരിക്കും അവന്റെ മനസ്സില്. എന്നാലും ഞാൻ പോവും. വിഷമിക്കണ്ട മോളെ, അമ്മൂമ്മ കൂടെ വരാം. തല്ലി കൊല്ലുന്നെങ്കി ആദ്യം അമ്മൂമ്മ അങ്ങ് കൊല്ലട്ടെ. സത്യമാണോ? എന്നെ കൊണ്ടുപോവോ? കൊണ്ടുപോകാം കുഞ്ഞെ, അമ്മൂമ്മയല്ലോ പറയുന്നേ. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് നേരത്തെ വരണമെന്ന് പറഞ്ഞേ? 100 കള്ളം പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു ചാടിയേ. സന്തോഷ വാർത്ത മുഖത്തോട് മുഖം നോക്കി പറയണ്ടേ? എന്റെ കാര്യം അമ്മയോട് പറഞ്ഞപ്പോ സമ്മതിച്ചു അല്ലേ? അതല്ല, ഇത് അതിലും വലിയ കാര്യമാണ്. ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോണു. 12,000 rupees സാലറി പ്ലസ് അലവൻസ്. ഹായ്, എനിക്ക് ഉടനെ തന്നെ നമ്മുടെ കല്യാണം നടത്തണം. അത്രയ്ക്ക് തിടുക്ക? നവ കയറ്. തൽക്കാലം ഒരു ഐസ്ക്രീം കഴിക്കാം, കല്യാണക്കാര്യം പിന്നെ. അയ്യോ, ഏട്ടനെങ്ങാനും കണ്ടാലോ? കാണണമെങ്കിൽ കാണട്ടെ. നീ വാ, come on.
മോൾ ഇന്നു മുതൽ ഒരു പുതിയ പാതയിലേക്ക് കിടക്കുകയാണ്. ഡാഡിക്ക് ഒന്നേ പറയാനുള്ളൂ, എവിടെയും സ്നേഹം നിലനിർത്തുക, വിശ്വാസം നിലനിർത്തുക. ഇതൊക്കെ നീരേറ്റ് കൃഷ്ണപിള്ള എന്ന നിന്റെ അപ്പൂപ്പൻ ഡാഡിയെ പഠിപ്പിച്ച പാഠങ്ങളാ. അതുകൊണ്ട് ഇന്നേ വരെ ഡാഡിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല. ഇറ്റ്സ് ഓക്കെ ഡാഡി. പോരുമ്പോ അപ്പൂപ്പനും ഇത് തന്നെയാ പറഞ്ഞത്. എന്നാ എനിക്ക് വേറെന്നാ നിന്നോട് പറയാനുള്ളത്. കല്യാണം വേണ്ടെന്നുള്ള നിന്റെ പിടിവാശി നീ ഉപേക്ഷിക്കണം. ഓ മമ്മി, നല്ലൊരു കാര്യത്തിനിടയില് മമ്മി എന്നെ മൂടോട്ടാക്കരുത്. ഇതുപോലെ തന്നെ നല്ല കാര്യമല്ലേ കല്യാണവും? ഞങ്ങളുടെ മനസ്സിലെ വിഷമം നീ എന്താ അറിയാത്തെ? എല്ലാ അച്ഛനമ്മമാരുടെയും ഏറ്റവും വലിയ ആഗ്രഹ മക്കളുടെ കല്യാണം. വേണ്ട ശ്വേത, ഈ ഒരു ദിവസം മോളെ വിട്ടേക്ക്. നമ്മുടെ സങ്കടങ്ങൾ പറയാനുള്ള മുഹൂർത്തമല്ല ഇത്. കല്യാണം പോലെ തന്നെ ഒരു ശുഭകാര്യേത്. നമ്മുടെ മോളെ ഈ ബിസിനസ്സിൽ വിജയിക്കണം. എന്റെ തലയ്ക്കകത്ത് മുഴുവൻ പുതിയ പ്രോജക്റ്റിന്റെ കാര്യങ്ങളാ. അതിനിടയ്ക്ക് ഈ മമ്മി. ഇല്ല, നിർത്തി. ഞങ്ങൾ ഒരു കൈക്കുഞ്ഞിനെ ദത്തെടുത്ത് നിന്റെ കുഞ്ഞാണെന്ന് കരുതി വളർത്തിക്കോളാം. എന്താ ഇത് ശ്വേത? മേ ഐ കം ഇൻ മാഡം? യെസ് പ്ലീസ്. ഗുഡ് മോർണിംഗ് മാഡം. ആ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സുധീഷ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ഫ്യൂച്ചർ. താങ്ക് യു സർ. നീരേറ്റിൽ കേശുബാബുവിന്റെ അനന്തരവനാണെന്ന ധൈര്യത്തിലാ ഞാൻ എൻ്റെ മോളുടെ മാനേജറെ സുധീഷിനെ നിയമിച്ചത്. ഐ മീൻ, സ്വന്തം സഹോദരിയാണെന്ന മട്ടിൽ എല്ലാ കാര്യത്തിലും സുധീഷ് എൻ്റെ മോളെ സഹായിക്കണം. പിന്നെ ചെറിയ പിടിവാശിക്കാരി അവള്. ഇച്ചിരി ലാളന കൂടിപ്പോയതിന്റെ കുഴപ്പമോ? ഞാൻ പറഞ്ഞല്ലോ, സെന്റിമെന്റ്സും ബിസിനസ്സും കൂടെ കൂട്ടിക്കൊഴക്കരുതെന്ന്. സുധീഷ് മാനേജറാണ്. ഹി വിൽ ഡു ഹിസ് ജോബ്. ദാറ്റ്സ് ഓൾ. കം ഓൺ സുധീഷ്. ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു അതർ സ്റ്റാഫ്സ്. ഫോളോ മീ. ഓക്കെ സർ. എന്തിനാ അവളെ ഇങ്ങനെ എപ്പോഴും ഉപദേശിക്കുന്നത്? ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന വിചാരം? അവൾ എത്ര വലുതായാലും ഞാൻ അവളുടെ അച്ഛനല്ലേ ശ്വേത. നിന്റെ പിടിവാശി എൻ്റെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ കേശുമാവിന്റെ അനന്തരവനെ വെറും ഒരു ജോലിക്കാരനായി കാണാൻ എനിക്ക് വയ്യ. കാണണ്ട. പക്ഷേ ഞാനും എൻ്റെ മോളും അങ്ങനെ കാണൂ. സി വിഷ്ണുവേട്ടാ, കേശുമാമനും അച്ഛനും അങ്ങ് തറവാട്ടില്ല. ഇത് ഓഫീസാ, അത് മറക്കണ്ട. മാത്രമല്ല, ഇനി വിഷ്ണുവേട്ടൻ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടണ്ട. എന്താ? പതിവ് പോലെ നീ പറയുന്നു, ഞാൻ അനുസരിക്കുന്നു. ദാറ്റ്സ് നൈസ് ഓഫ് യു. നിങ്ങളാരാ? വാഴ്ത്തപ്പെട്ടോളോ? എന്തിനാ തള്ളി പെണ്ണിനെ കൂടി ഇവിടെ വന്നത്? അത് കുഞ്ഞെ, അമ്മക്കുട്ടിയുടെ സങ്കടം കണ്ടപ്പോ എനിക്ക് എന്റെ ഡാഡിയെ കാണണം. ഏത് ഡാഡി? ഇവിടെ നിൽക്കാതെ ഇറങ്ങിപ്പോ. എന്താ എന്താ ഇവിടെ ബഹളം? എന്താ സംശയം? ഓഹോ, അപ്പൊ നിങ്ങൾ നേരത്തെ പരിചയക്കാരല്ലേ? ഇവരെയും പ്രതിഭേട്ടം വിളിച്ചു വരുത്തിയതാ? അഞ്ജു, ഇല്ല വചനം പറയരുത്. അപ്പൊ ഈ തള്ളിയെ കാണുന്നതും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലേ? ആ, അതാ സത്യം. ഡാഡി, മൂശേട്ട മിണ്ടി പോരുത്. ഡാഡിയോ? ആരടി നിന്റെ ഡാഡി? എന്റെ പെണ്ണ്. നാട്ടിൽ മുഴുവൻ ഡാഡിയാണോടി നിനക്ക്? അരുത് കുഞ്ഞെ. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമയായി കുഞ്ഞ്. ദയയാചിച്ച് ഈ വീട്ടുപടിക്കൽ വന്നെന്ന് വെച്ച് ചവിട്ടി തേക്കരുത്. ഞാൻ വിളിച്ചോ തള്ളേ നിങ്ങളെ ഈ കൊച്ചിനെ? കോടീശ്വരി ആണെങ്കിൽ അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോണം. ചവിട്ടി തേക്കരുത് പോലും. എന്റെ ജീവിതം കുളം തോണ്ടാൻ വന്നാ ചവിട്ടി തേക്കും ഞാൻ. അഞ്ജു, നീ ഒന്ന് അടങ്ങ്. എന്തിനാ എടുത്ത് ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അപ്പൂപ്പനോട് ഞാൻ അന്നേ പറഞ്ഞു വിട്ടതാണല്ലോ, ഈ കുട്ടി ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന്. കുഞ്ഞെ, കണ്ണു പൊട്ടിപ്പോന്ന് നുണ പറയരുത്. ദൈവകോപം ഉണ്ടാവും. ഡാഡി, എനിക്ക് എന്റെ ഡാഡിയെ വേണം. ഡാഡി, ഡാഡി തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ. എന്താ നീ കാട്ടിയത്? ചെറിയ കുട്ടികളാണോ ഇങ്ങനെ? എന്താ പൊള്ളിപ്പോയോ? അപ്പോ പ്രതിപെണ്ണ് മനസ്സിൽ ഈ പെണ്ണിപ്പോഴും എനിക്ക് ജീവിക്കണ്ട. എന്റെ ഈശ്വരന്മാരെ, ചത്താ മതി. ചേട്ടത്തി പോ, ഇനി കൂടെ വരണ്ട. പോവാനാ പറഞ്ഞത് മനുഷ്യന്റെ സ്വയം കെടുത്താനായിട്ട്. ഡാഡി, വാ കുഞ്ഞെ.